ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ്. ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസും ഓയിൽ ചേഞ്ച്, പിന്നെ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്, ആ ചവിട്ടി അത് ഇടണ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി കയറ്റി അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കുന്നത്, നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ്, ക്ലച്ച് ഷൂ, അതൊക്കെ ചെക്ക് ചെയ്യാനും ആവശ്യമാണെങ്കിൽ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അഴിച്ചാൽ കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ടില്ല. നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, പുതിയ ബെൽറ്റാണ്, പുത്തൻ ബെൽറ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ വർക്കിങ്ങും നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഷൂ ആയാലും നിലവിൽ വർക്കിങ്, ക്ലച്ച് ഷൂവിന് കംപ്ലയിൻ്റ് ഇല്ല. ക്ലച്ച് വർക്ക് ചെയ്യണതും സ്മൂത്താണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ ഈ വീലിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ് ആ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ 120 മില്ലി ഓയിലാണ് ഉള്ളത്. നമുക്കിത് ഇവിടെ ഒരു ചെറിയ നനവുണ്ട് കേട്ടോ. അത് കൂടുതലായിട്ട് പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കൊന്ന് അഴിച്ച് നോക്കിയിട്ട് ഓയിൽസീൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കൂടുതലായിട്ട് വന്നുണ്ടോ എന്നുള്ള കേസ്. കാരണം ഇപ്പോൾ ബെയറിംഗ് ഒന്നും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് വരുന്ന കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ കേട്ടോ. അടിയിലൊരു ഓയിൽ ലീക്ക് കണ്ടു തുടങ്ങുന്നുണ്ട്. അത് കൈയോടെ നമുക്ക് വേണമെങ്കിൽ ആ ഗ്യാസ്കറ്റ് ഒന്ന് അഴിച്ച് മാറ്റിയിടാം. അത് ഈ സൈഡിൽ കണ്ട, അത് ചിലപ്പോൾ അടുത്ത സർവീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ആവാൻ സാധ്യതയുണ്ട്. അടുത്ത സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസമാണ്. ഓയിൽ ചേഞ്ച് വന്നത് അടുത്ത 3000 കിലോമീറ്റർ. അതാണ് സർവീസിൻ്റെ പീരീഡ് തന്നെ കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ ലീക്കേജ് ഉണ്ടാവും. ഈ കൈയോടെ അഴിച്ച് നമുക്കത് മാറ്റിയിടാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിളൊക്കെ പുതിയ കേബിളാണ് കിടക്കണേ, കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ ആയാലും നമ്മൾ അതിൻ്റെ കേബിളൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ടൈറ്റ്, ഹാൻഡിൽ തിരിക്കുമ്പോൾ ടൈറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടയറിനകത്ത് എയർ വളരെ കുറവായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എയറൊക്കെ ഫില്ല് ചെയ്തിട്ട് ഓടിക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ബുഷുകളൊക്കെ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. ബ്രേക്ക് ലൈനറൊക്കെ ആയാലും അത്യാവശ്യം ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കും. കാരണം അഡ്ജസ്റ്റിങ് ഏറെക്കുറെ പകുതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. പകുതിയിലേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട്. പിന്നെ ബാറ്ററി, നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്. ജസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.95 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡ് ഉള്ളതാണ്. എന്നാൽ പോലും സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ പുതിയത് ഇട്ടാണ്, കൂട്ടത്തിക്കടെ മാറ്റിയേക്കണതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ വേറെ കുഴപ്പമില്ല. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒന്ന് എഞ്ചിൻ ഓയിൽ മാറ്റാം. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോട്ടിൻ്റെ വാഷും ഓറിങ്ങും മാറണം. പിന്നെ ഹെഡിൻ്റെ അവിടെ ഒരു ലീക്ക് ഉണ്ട്, അതാണ് മെയിനായിട്ടുള്ളത്. അത് ആ ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബാക്കിയതൊക്കെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം. എന്തായാലും നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ട് എടുക്കാം.